നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിലുള്ള ഫോട്ടോ മതി. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഫോട്ടോ കാണുന്നുണ്ട്. ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് നിങ്ങളുടെ ഫോട്ടോ മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാസ്പോർട്ട് തിരിച്ചുപോലെ ഫോട്ടോ ആയില്ലേ? ശരിയല്ലേ? കുട്ടികളുടെയൊക്കെ ഫോട്ടോ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെയൊക്കെ ഫോട്ടോ സ്കൂളുകാരാണ് എടുക്കണേ. അത് സ്റ്റുഡിയോക്കാരൻ കഴിയാ. അതിന്റെ കാരണം ഇതാണ്. കാരണം നമുക്ക് ഇച്ചിരി അറിവായപ്പോ അവരുടെ കാശ് പോയി. അല്ലെങ്കിൽ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട് 1000 കുട്ടികളുള്ള സ്ഥലത്ത് എത്ര രൂപയാണെന്ന് ആലോചിച്ചായിരിക്കും ഒരാൾക്കായിരിക്കും കിട്ടണേ. 100 എല്ലാവരും ആവറേജ് 100 കുട്ടികളുടെ സ്കൂളിലുണ്ടെങ്കിൽ തന്നെ 200 കുട്ടിക്കും 10ാം ക്ലാസ്സിലെ കുട്ടികൾ എത്ര ഫോട്ടോ വരുമ്പോൾ നമുക്ക് കണക്കെടുത്ത് ചെലവില്ല. എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫോട്ടോ എടുത്താലും ശരിയാ പറയും. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് പറയുക. എങ്ങനെയാണ് ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് നമ്മുടെ ആവശ്യമുള്ള ഭാഗം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കണം. അത് നിങ്ങളിപ്പം ചെയ്യാൻ ആവശ്യമുള്ള ഞാൻ ആദ്യം ആവശ്യമില്ല പറയാൻ ഉദ്ദേശം അല്ലാതെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉപയോഗം മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധ പറയും. ഇപ്പൊ ഈ ഒരു ആവശ്യം വന്നപ്പോൾ അത്യാവശ്യം നമുക്ക് പ്രയോജനം മനസ്സിലായതുകൊണ്ട് ശ്രദ്ധിക്കാൻ സാധ്യതയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ആദ്യം നമ്മൾ എന്താ ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ഫോട്ടോയെ ഒരു ഫോട്ടോയിലേക്ക് ഇടാം. ഹെഡിങ് എഴുതും. ഹെഡിങ് എന്താ? ഫോട്ടോന്നില്ല ഉദ്ദേശിക്കുന്നത് ഒരു ഫോട്ടോയെ ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്ത് ശരിയാക്കി ഒരു ഫോട്ടോ ആയാലും കുഴപ്പമില്ല. നെറ്റിൽ പോയി ഒരു ഫോട്ടോ സെർച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരാളുടെ എടുത്തു. അത് കുഴപ്പമില്ല. അപ്പൊ എന്ത് വേണം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്? ആവശ്യമുള്ള ഫോട്ടോ ചുമ്മാ എടുത്ത് ഡെസ്ക്ടോപ്പിൽ ഇട്ടാൽ പോരാ, അതിനൊരു ഫോൾഡറിൽ ഇടുക. ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിയ. രണ്ടാമത്തെ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ. ഇതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. എന്താ? ഇമേജിനെ കട്ട് ചെയ്യണ്ടേ? അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ആക്കണം. ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് എഴുതിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് എഴുതിയ ജി തമ്പ് ഇമേജ് വ്യൂവർ. ജി തമ്പ് ഇമേജ് വ്യൂവർ എഴുതുന്നുണ്ട്. വ്യൂ ആൻഡ് ഓർഗനൈസ് യുവർ ഇമേജസ്. ഇമേജ് കാണാനും നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് അതിനെ വലുതാക്കാനും ചെറുതാക്കാനും മുറിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ജി തമ്പ് ഇമേജ് വ്യൂവർ. എന്താ വഴി എങ്ങനെയാ? ആപ്ലിക്കേഷൻ ജി തമ്പ് ഇമേജ് വ്യൂവർ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വരിക. അപ്പൊ ഇവിടെ എന്താ കാണുന്നത്? ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ കണ്ടോ? ഇവിടെ ഫോൾഡർ ഉണ്ട്, കാറ്റലോഗ് ഉണ്ട്. നമുക്ക് എന്താ വേണ്ടേ? നമ്മുടെ ഫോട്ടോ എവിടെ കിടക്കണേ? അപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ എന്താണോ കിടക്കുന്നത് അതായിരിക്കും ഇവിടെ വരിക. എന്താ വേണ്ട നമുക്ക്? ഫോൾഡർ. അപ്പൊ നമുക്ക് ഡെസ്ക്ടോപ്പ് എന്നുള്ള ഫോൾഡർ ഉണ്ടല്ലേ? ഡെസ്ക്ടോപ്പല്ലേ കിടക്കണേ? ഡെസ്ക്ടോപ്പിനകത്തുള്ള ഫോൾഡറുകളായി കാണുന്നത് മുഴുവൻ. ഫോൾഡറെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പ് വരാം. ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വരാം, ഹോം വരാം. ഇവിടെ നിങ്ങൾ എന്താക്കി മാറ്റണം? നമ്മുടെ ഫോൾഡർ എവിടെ കിടക്കണേ? അപ്പൊ ഡെസ്ക്ടോപ്പിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ കാണുന്നത് എന്തായിരിക്കും? ഡെസ്ക്ടോപ്പിനകത്തുള്ള ഫോൾഡറുകളല്ലേ? ഇവിടെ ഹോമാ കിടക്കണമെങ്കിലോ ഈ കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ ഫോൾഡറും കിടക്കുന്നുണ്ടാവും. കാരണം മനസ്സിലാകുന്നുണ്ടോ? ഞാനിപ്പോ ഡെസ്ക്ടോപ്പിനകത്ത് ഇട്ടിരിക്കണോണ്ട് ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്തു. ഡെസ്ക്ടോപ്പിനകത്ത് തപ്പിയെടുക്കുവാണ് നമ്മുടെ ഫോൾഡർ. ഏതാ? അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബ്ലോസ് എന്നുള്ള ഫോൾഡറിനകത്തുള്ള പടങ്ങളെല്ലാം ഫോൾഡർ തുറക്കുന്നു. അപ്പൊ അതിനകത്തുള്ള പടങ്ങളെല്ലാം അവിടെ കാണുന്നു. ഇതെല്ലാം നമുക്ക് നേരിടേണ്ടല്ലോ. ആ പടങ്ങളെല്ലാം നമുക്ക് എവിടെ കിട്ടും? വലതുവശത്ത് കാണുന്നു. അതിനകത്ത് ഏത് പടമാണ് ശ്രദ്ധിക്കുന്നത്? അതിനകത്ത് ഏത് പടമാണോ നിങ്ങൾക്ക് മുറിക്കേണ്ടത്? ഈ ഫോൾഡറിനകത്തുള്ളതിൽ ഏത് ചിത്രമാണോ മുറിക്കേണ്ടത് ആ ചിത്രത്തിൽ ആ ചിത്രം തുറക്കുന്നു. തുറക്കാനുള്ള ഡബിൾ ക്ലിക്ക്. ഞാൻ ഈ ചിത്രം തുറക്കാൻ പോവാം. ഈ ചിത്രം ഡബിൾ ക്ലിക്ക് ചെയ്യാം. ആ ചിത്രം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ആദ്യം ഫോട്ടോനകത്ത് മുഴുവൻ കണ്ടു. അതിനകത്ത് ഏത് ചിത്രമാണോ നിങ്ങൾക്ക് മുറിക്കേണ്ടത്, ക്രോപ്പ് ചെയ്യേണ്ടത്, അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? തുറക്കുക. തുറക്കാൻ കഴിയാൻ മനസ്സിലാക്കി ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ